അന്താരാഷ്ട്ര പുസ്തക ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഭാഷയെപ്പറ്റിയുള്ള ഒരു സംവാദമാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും ചിന്തിച്ചാണ് ഒരു ജനതയെ നശിപ്പിക്കണമെങ്കിൽ, അങ്ങനെയാണ് മിക്കവാറും യൂറോപ്യൻ രാജ്യങ്ങൾ ആഫ്രിക്കയിലും ഏഷ്യയിലും പസഫിക്കും ആഫ്രിക്കയിലും സൗത്ത് അമേരിക്ക ചെയ്ത കാര്യങ്ങൾ. ആദ്യം ഒരു സംസ്കാരം നശിപ്പിക്കണമെങ്കിൽ അവരെ ഭാഷ നശിപ്പിക്കണം, ഭക്ഷണ സമ്പ്രദായം നശിപ്പിക്കണം. ആദ്യം ഭാഷയാണ് പ്രധാനം. കാരണം നമ്മളെ ഭാഷ നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് മറ്റു പലരും വാടകയ്ക്കെടുത്ത ഭാഷയിലാണ് ജീവിക്കുന്നത്. ചില വാടകയ്ക്കെടുത്ത് സംസ്കാരം അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മളെ ഭാഗ്യത്തിന്, ഞാൻ കേരളത്തിലെ കാര്യം പറയാം, നമ്മളെ മലയാള കാര്യം, നമ്മൾ ഏത് ഗവൺമെൻറ് വന്നാലും ശരി ഇരിക്കട്ടെ, അത് എത്രയോ ഉന്നതമായൊരു നിലയിൽ നമ്മളെത്തി മലയാളം. കാരണം വിദ്യാഭ്യാസത്തിൽ എല്ലാത്തിലും മുന്നിട്ട് നിൽക്കുന്നവരാണ് നമ്മൾ പല കാര്യത്തിലും. അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നുള്ള വേറെ കാര്യം. ഇപ്പം ചിന്തിക്കുന്ന നല്ലതാണ്, എന്ത് ചിന്തിക്കുന്നുള്ള പ്രശ്നം. അതേപോലെ നിങ്ങൾ എന്ത് വായിക്കുന്നുള്ള പ്രശ്നം. ഇപ്പം കുട്ടികൾ എന്ത് വായിക്കുന്നു, എന്ത് കാണുന്നു. പിന്നെ നമ്മുടെ ഒരു വായന മുമ്പ് നമ്മളൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഒരു പുസ്തകങ്ങളെടുക്കുക, അത് വായിക്കുക എന്ന് പറയുന്ന ഒരു ലഹരിയാണത് ശരിക്കും. ഇന്ന് ആ ലഹരി മാറിപ്പോയി. ഇപ്പം ലഹരി മറ്റു പല ലഹരിയിലെത്തി. കാരണം എന്താണ്? അത് മൂല്യനാശമാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ വായനശാല നഷ്ടപ്പെട്ടു. ഇപ്പം പുസ്തകം എടുക്കാൻ പോകാൻ പോലും ആളുകളില്ല. നമ്മൾ ആ സമയത്തൊക്കെ ഒരു ദാഹമാണ് ഒരു പുസ്തകം കിട്ടുക എന്ന് പറഞ്ഞാൽ. കാരണം പണം കൊടുത്ത് വാങ്ങാനുള്ള കാര്യം നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല പുസ്തകങ്ങൾ. പിന്നെ ഭാഗ്യത്തിന് നമ്മളിവിടെയൊക്കെ ധാരാളം പറയുകയാണ്, ഗവൺമെൻറ്റൊക്കെ എല്ലാ ഗവൺമെൻറ്റും നമ്മൾ വന്നവർ പ്രത്യേക താല്പര്യം. പക്ഷേ ഇതിൽ എഴുത്തുകാരും പുരോഗമന സാഹിത്യകാരന്മാർ വളരെയധികം സംഭാവന നൽകിയിട്ടുണ്ട്. എത്രയോ പുസ്തകങ്ങൾ നമ്മളെ ഭാഷയിലേക്ക്, വിവിധ ഭാഷ നമ്മളെ ഭാഷയിൽ വന്നു. ഇതൊക്കെയാണ് നമ്മളെ സമ്പത്ത്. അപ്പം ഭാഷ നശിക്കാതെ സൂക്ഷിക്കുന്ന നമ്മളെല്ലാവരുടെയും കർത്തവ്യമാണ്. ഭാഷ മാത്രമല്ല, നമ്മുടെ സംസ്കൃതി, നമ്മുടേതായ പ്രകൃതി, പ്രത്യേകിച്ചിട്ട് പറയുന്ന പ്രകൃതി. നമ്മൾ ഇത്രയും വായിച്ചു വെച്ച് ഇത്രയും അറിവ് നേടി, ഇത്രയും നമ്മൾ വലിയ പുരോഗമനവാദികളിൽ നിന്ന് ചിന്തിക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും വാദിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ടോ. പക്ഷേ ശരിക്കും നഷ്ടപ്പെട്ടപ്പോൾ പ്രകൃതിൻ്റെ ഇതൊക്കെ നഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ പ്രകൃതി ഇപ്പോൾ ഒരു ദിവസം തന്നെ എത്രയോ ലോഡ് മരമാണ്. വയനാടിൻ്റെ കാര്യം പറയുക, വയനാട് നിന്ന് മുറിച്ച് നീക്കപ്പെടുന്നു. ഒരു കുട്ടിയൊന്നും പറയുന്നില്ല. മുമ്പ് കാലത്ത് ആരെങ്കിലും പ്രതികരിക്കും എഴുത്തുകാർ. ഇന്ന് അത്ര എഴുത്തുകാരില്ല. ഇന്നൊക്കെ എഴുത്തുകാരിൽ ഭയങ്കര മാറ്റം വന്നുപോയി. നമ്മളെല്ലാം കാലഘട്ടത്തിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ള, കാക്കനാടൻ, OV ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായൊരു കാലഘട്ടമാണ്. ഇന്നുള്ളതൊക്കെ അതിൽ അത്തരത്തിലുള്ള ആളുകളൊന്നും അങ്ങനെ ഇല്ല എന്നാണ് എൻ്റെ നിഗമനം. അത് തെറ്റോ ശരിയായിരിക്കാം. കാരണം ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല ഇവിടെ. പ്രകൃതി രക്ഷിക്കാനോ അല്ലെങ്കിൽ ഒരു മരം മുറിക്കപ്പെടുന്നില്ല, എത്ര ജീവികൾ, പക്ഷികൾ അനാഥരാകുക. ആർക്കും അതിൽ താല്പര്യമില്ല. ബാക്കിയുള്ള പക്ഷികളെ മുഴുവൻ പിടിച്ച് കൂട്ടിലിട്ട് വളർത്തുക. എന്താണ് മലയാളിക്ക് പറ്റി? ഇത്രയും വായിച്ച് ദയ അസ്തമിച്ചു പോയി നമ്മളിൽ നിന്ന്. വായനാശീലമുള്ളവന് ദയുണ്ടോ? അവൻ പലതും വായിക്കും. ദയ എന്ന് പറയുന്നതൊന്നും കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഭാഷയിലൂടെ തന്നെ അതിനെ തിരിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെതായ ഭാഷയിൽ ആളുകളെ ബന്ധപ്പെടും, കുട്ടികളെ ബന്ധപ്പെടണം. മറ്റൊന്ന്, നമ്മൾ ഭാഷയുടെ പേരിൽ പല കാര്യങ്ങൾ ചെയ്യുന്നു. ആഘോഷങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് മിക്കവാറും സമയങ്ങൾ നമ്മൾ ചെലവഴിക്കുന്നത് ഈ ആശംസകൾക്ക് മറ്റുമായിട്ടാണ്. നമ്മൾ കുട്ടികളോട് സമ്പാദിച്ച് കാര്യമായ കാര്യങ്ങൾ, അതിനെപ്പറ്റി അറിവുള്ള ആളുകളെ കൊണ്ടുവന്ന് ചെയ്യിക്കുകയാണ് വേണ്ടത്. അത് ഫലപ്രദമായി നടക്കുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കുന്ന ആളുകൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് എല്ലാ ആശംസകളും സഹകരണങ്ങളും നേർന്നുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു.